ചൂട്, ഭയങ്കര ചൂട്. കറിൻ്റെ തോന്നല്ലേ. ഞാൻ കുറേ കാലത്തിന് ശേഷം, കുറേ കാലമായി സ്പാനിഷ് ഡിലൈറ്റ് കഴിച്ചിട്ട്. ഞാൻ ഒരുപാട് വർഷങ്ങളായി ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഹലോ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നാട്ടിലാണുള്ളത്. ശരത്തേട്ടൻ ഇന്നലെ ലാൻഡ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട് പോയിട്ട് ഒരു ചെറിയൊരു ഷോപ്പിങ്ങും പരിപാടികളൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നാട്ടിൽ നിന്ന് ചെയ്യുന്ന ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. ചെറുതായിട്ട് നാട്ടിൽ വന്നിട്ട് എന്ത് തോന്നുന്നു? നല്ല ചൂടാണ്. പക്ഷേ ഞാൻ വന്ന സമയത്ത് കുറച്ചും കൂടി ചൂട് കൂടുതലായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ചെറുതായിട്ട് ഫസ്റ്റ് വന്നതുകൊണ്ട് കുറച്ച് ചൂട് അധികമായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? ദുബായ് നല്ല മഴയൊക്കെ ആയിരുന്നല്ലോ, വന്നപ്പോ ഭയങ്കര ചൂടും മഴയില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയാ, കോഴിക്കോടേക്ക് പോവാം, അതിന്റെ കാഴ്ചകൾ കാണാം. ഓക്കെ, നമ്മളങ്ങനെ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ഇങ്ങോട്ട് വരുമ്പോഴേക്കും സമയം ഒരു മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കോഴിക്കോട് തന്നെ ഫേമസ് ആയിട്ടുള്ള അമ്മ മെസ്സിലാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ചെറുതട്ട മുന്നേ കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ നല്ല മീനും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. ഗൈസ്, ഇതാണ് അമ്മ ഹോട്ടൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് അമ്മ മെസ്സ് എന്നാണ്. ആക്ച്വലി ഇവിടെ അടുത്ത് തന്നെയാണ് അംബിക മെസ്സ്. അപ്പോൾ അത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആയതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന ഉടനെ തന്നെ അവർ ഇലയിട്ട് ചോറ് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഫാസ്റ്റ് ആട്ടോ എല്ലാം. ഇതെന്താ സാധനം? ഒരു ചെമ്പല്ലി ഒരു ഏക്കോറി വാങ്ങിച്ചല്ല. പ്രശ്നമില്ലേട്ടോ. വന്ന ഉടനെ തന്നെ ചോറും സംഭവങ്ങള് ഒരു എത്ര പേര് ഒരു മെയിൻസ് പോലും എടുത്തില്ല. അതിനുള്ളിൽ സംഭവങ്ങൾ ഫുള്ള് വന്നല്ലേ. എനിക്ക് സത്യം പറഞ്ഞ വീഡിയോ എടുക്കാനുള്ള ആ ഒരു സാവകാശം കിട്ടിയില്ല. കഞ്ഞിവെള്ളല്ലേ. ഇതിൽ പച്ചക്കറി ഉണ്ട്, മീൻകറി ഉണ്ട്, പിന്നെ ഇതെന്താ പച്ചടിയല്ലേ, പച്ചടി, അച്ചാറ്, പിന്നെ എന്റേത് ഇത് അയക്കൂറയല്ലേ, ചെറുതായിട്ട് വാങ്ങിച്ച ചെമ്പല്ലി, പിന്നെ നല്ല പച്ചക്കായ തോരനും പപ്പടം ധാരാളം അല്ലേ. നല്ല ചൂട്, ചൂട്, ഭയങ്കര ചൂട്. കറിൻ്റെ തോന്നല്ലേ. നല്ല നാടൻ ടേസ്റ്റ്. മീൻ കഴിച്ചു നോക്കണേ. നല്ല അയക്കൂറേൻ്റെ ഫ്രൈ ആണ്. ഈ ചോറിൽ കൂട്ടിയിട്ട് കഴിച്ചു നോക്കട്ടെ. അടിപൊളി. നല്ല മസാലയില്ല, ഒരു രക്ഷയില്ല. കുറച്ച് മുന്നേ ചന്ദ്രേട്ടൻ്റെ ചായക്കടയിൽ പോയ പോലെ നല്ല ഫ്ലേവർ ഉണ്ടാവും ഈ മീനിന്. ഇതെങ്ങനെ ചെമ്പല്ലി ഫ്രൈ എങ്ങനെ? എൻ്റെ ഇല നോക്കൂ ഗൈസ്, ഞാൻ തുടച്ച് വടിച്ച് കഴിച്ചിട്ടുണ്ട്.
കിച്ചൺ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരെനിക്ക് അതിനുള്ള അനുവാദം തന്നു. അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, കാരണം അത്യാവശ്യം നല്ല തിരക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളാണ് ഈ രുചിയുടെ പിന്നിലുള്ള രഹസ്യം. മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോ എന്താ ഫ്രൈ ചെയ്യുന്ന അയക്കൂറിയ? എത്ര മണിക്ക് തുടങ്ങും ഈ പരിപാടിയൊക്കെ? 12 മണിക്ക്. ഈ ഫിഷ് ഫ്രൈ ചെയ്യേ, ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങും. ആ ഓക്കെ. നിങ്ങൾ കുറെ പേരുണ്ട്, ഫുള്ള് ചേച്ചിമാർ തന്നെയാണോ? ആ മസാല പുരട്ടാനായിട്ട് നിൽക്കുന്ന മീനുകളല്ലേ? നമ്മള് അമ്മാമസ് ഫുഡൊക്കെ കഴിച്ചു. ഇനി എവിടത്തേക്കാ ചെറുത്തേട്ടാ? ഹൈലൈറ്റ് മാളിലല്ലേ? ഓക്കെ. കുറച്ച് നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഹൈലൈറ്റ് മാളിൽ പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് കോഴിക്കോട്ടുകാരുടെ സ്വന്തം ഹൈലൈറ്റ് മാൾ. എല്ലാ കോഴിക്കോടുകാരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ ഇത്. ഇവിടെ ലിഫ്റ്റിനൊക്കെ ഉള്ള ക്യൂവേ, എമ്മാതിരി ക്യൂവാ. വേണം, വാങ്ങിത്തരുവാ. എന്താ വാങ്ങിക്കാം? പ്രീമിയം ക്ലാസിക്. എനിക്കിത് വേണമായിരുന്നു, സ്പാനിഷ് ഡിലൈറ്റ്. കൊറേ കാലത്തിന് ശേഷം സ്പാനിഷ് ഡിലൈറ്റ് കഴിച്ചിട്ട്. ഒരുപാട് വർഷങ്ങളായി ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. സ്പാനിഷ് ഡിലൈറ്റ് അല്ലേ? പിന്നെ ഐസ്ക്രീം കുടിച്ചതിന് ശേഷം എനിക്ക് എത്നിക് വെയർ നോക്കാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ 2-3 ഷോപ്പിൽ കയറി ഞങ്ങൾ ട്രൈ ചെയ്തു. പക്ഷെ എനിക്കൊന്നും അത്ര തൃപ്തിയാവാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. അങ്ങനെ കുറേ നടന്ന് തളർന്നപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഫുഡ് കോർട്ടിൽ പോയി. അപ്പോൾ എൻ്റെ കണ്ണ് ഫുള്ള് പോകുന്നത് മോമോസിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയൊരു പ്ലേറ്റ് മോമോസ് ഓർഡർ ചെയ്തു. പിന്നെ ശരത്തേട്ടന് ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു. പിന്നെ ചുമ്മാ ഞാൻ സ്റ്റോപ്പിലൊക്കെ കയറി ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭയങ്കര ടയേർഡായി. പിന്നെ തിരിച്ചു പോകുമ്പോഴാണെങ്കിലോ ഭയങ്കര ട്രാഫിക്കും. അപ്പോൾ ട്രാഫിക്കൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നതുവരെ ബൈ.